ഇപ്പോൾ ഈ പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പ്രോട്ടോകോൾ ലംഘനമെന്ന് സർക്കാർ ആരോപിക്കുന്നു. മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെയൊക്കെ പ്രതികരണത്തിൽ അതുണ്ട്. അങ്ങനെ ഒരു വീഴ്ചയില്ല എന്ന് രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നു. ഇപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ഇന്നത്തെ പരിപാടിക്കാണെങ്കിൽ എത്രയോ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇതിൻ്റെ ഒരു ഗസ്റ്റ് ലിസ്റ്റ് തയ്യാറാക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആശയവിനിമയങ്ങളൊക്കെ നടക്കുമല്ലോ. അപ്പോൾ അത് എവിടെയാണ് അതുമുതൽ ഈ ഇഷ്യൂ ഉണ്ടാവുമല്ലോ? ഇപ്പോൾ റിയാസിൻ്റെ പേരില്ല എങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കുന്നുവെങ്കിലൊക്കെ ദിവസങ്ങൾക്ക് മുൻപേ സർക്കാർ അറിയുന്നതാണ്. സർക്കാർ അത് റെക്ടിഫൈ ചെയ്യാനുള്ള എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ, അതോ ഇന്നത്തെ ദിവസം തന്നെ ഇതൊരു വിവാദം എന്ന നിലയ്ക്ക് പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു? ദിവിഷ, ഇന്നലെ രാത്രി വൈകിയാണ് ഇക്കാര്യം അറിയുന്നത് എന്നതാണ് സംസ്ഥാന സർക്കാർ വിശദീകരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയും മുഹമ്മദ് റിയാസും അടക്കമുള്ളവർ എറണാകുളത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ തയ്യാറായിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഇന്നലെ രാത്രി വൈകി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്ന ആ അറിയിപ്പിൽ ഈ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ഒഴിവാക്കപ്പെടുകയായിരുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ മുഴുവൻ വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും സംസ്ഥാനത്തെ ദേശീയപാത വികസനത്തിന്റെ കാര്യത്തിലും മറ്റ് വികസന പദ്ധതികളുടെ കാര്യത്തിലുമൊക്കെ തന്നെ കഴിഞ്ഞ 10 വർഷം കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഇതുപോലൊരു തർക്കത്തിലേക്ക് പോയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഈ ദേശീയപാതകളുടെ നിർമ്മാണ കാര്യത്തിൽ LDF സർക്കാരിനെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അടക്കം വലിയ രീതിയിൽ പ്രശംസിക്കുകയാണ് ഉണ്ടായത്. നല്ല രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും നിതിൻ ഗഡ്കരിയുമായി തന്നെ നല്ല വ്യക്തിബന്ധമടക്കം ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു. അവർ അത് കൃത്യമായി ഉപയോഗിക്കുകയും തന്നെ ചെയ്തിട്ടുണ്ട് ഈ ദേശീയപാതയുടെ വികസന കാര്യത്തിലൊക്കെ തന്നെ. പക്ഷേ അവസാന നിമിഷം വലിയൊരു രാഷ്ട്രീയ തർക്കത്തിലേക്ക് പോയിരിക്കുന്നു. സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ രാഷ്ട്രീയ നീക്കങ്ങളെയൊക്കെ തന്നെ കാണാൻ. കാരണം സംസ്ഥാനത്തെ ദേശീയപാത വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഒരു വിഹിതം നൽകിയിട്ടുണ്ട് എന്ന കാര്യം വസ്തുതയാണ്. അതുതന്നെയാണ് സംസ്ഥാനം ഈ ദേശീയപാത വികസനത്തിൽ തങ്ങളുടെ പങ്കാളിത്തമായി ഉയർത്തിക്കാട്ടുന്നത്.